ഒരു കലാശപ്പോരെങ്ങനെയാവണമോ അതിൻ്റെ എല്ലാ ആവേശവും അതിൻ്റെ വീറും വാശിയും ഒക്കെ നിറഞ്ഞൊരു മത്സരത്തിൽ കൊണ്ടും കൊടുത്തുമുള്ള പോരാട്ടത്തിനൊടുക്കം 90 മിനിറ്റിനുള്ളിൽ റിസൾട്ട് വരുന്നു. സ്പെയിൻ 4ാം യൂറോ കിരീടം സ്വന്തമാക്കുന്നു. ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ പൂർണ്ണമായി നിറമങ്ങിയെങ്കിലും രണ്ടാമത്തെ പകുതിയിൽ ഒരു സമനില ഗോളോടുകൂടി ഇംഗ്ലണ്ട് തിരിച്ചു വരും നമ്മൾ കണ്ടു. പക്ഷേ സ്പെയിൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു പക്ഷേ ടൂർണമെന്റിലുടനീളം അധ്വാനിച്ച് കളിച്ച സ്പെയിൻ അവർ അർഹിച്ച ഒരു വിജയവും കിരീടവും നേടി എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഗുഡ് മോർണിംഗ് സൈഫുദ്ദീൻ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഈ ടൂർണമെന്റിൽ സ്പെയിൻ എങ്ങനെയാണോ കളിച്ചത് അവർ അർഹിച്ച അംഗീകാരം ഈ യൂറോ കിരീടം ചൂടിക്കൊണ്ട് തന്നെ അവർ ഈ ടൂർണമെന്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫൈനൽ മത്സരം എങ്ങനെയാണോ തുടങ്ങേണ്ടത് അതുപോലെ തന്നെയായിരുന്നു ഇന്നലെ ഫൈനൽ ആരംഭിച്ചത്. രണ്ട് ടീമും കരുതി കളിച്ചു. കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ കൂടുതൽ സമയം പന്ത് കൈവശം വെച്ചുകൊണ്ട് ഒരു ടീം കളിച്ചപ്പോൾ തീർത്തും പ്രതിരോധം തീർത്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് സ്പെയിനിന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞുകൊണ്ടിരുന്നത്. ഇരുവുങ്ങികൾ കൂടി, അതായത് നീക്കോ വില്യംസും ലെമീൻ യമാലും ചേർന്ന് ഇരുവുങ്ങികൾ കൂടി കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഇംഗ്ലണ്ടിന്റെ തേർഡ് ഡിഫൻസിൽ വെച്ച് തന്നെ, അതായത് പെനാൽറ്റി ബോക്സിലേക്ക് കടക്കാതെ തന്നെ പന്തുകൾ കൃത്യമായി പ്രതിരോധിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു. ആദ്യ പകുതിയിൽ 70% പന്തടക്കം കൈവശം വെച്ചുകൊണ്ടാണ് സ്പെയിൻ ആദ്യ പകുതി പൂർത്തിയാക്കുന്നത്. രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ എങ്ങനെയെങ്കിലും ഗോൾ കണ്ടെത്തി മത്സരം സ്വന്തം പരിധിയിലാക്കാനാണ് ഇരു ടീമുകളും ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി രണ്ടാം പകുതി തുടങ്ങി തൊട്ടുടനെ തന്നെ നീക്കോ വില്യംസ് സ്പെയിനു വേണ്ടി ഗോൾ കണ്ടെത്തുന്നു. ഈ ടൂർണമെന്റിലെ യുവതാരമായ ലെമീൻ യമാൽ തന്നെയാണ് നീക്കോ വില്യംസിന് ആ ഗോളിലേക്കുള്ള വഴിയൊരുക്കി കൊടുക്കുന്നത്. 76ാം മിനിറ്റിൽ, അതായത് ഈ ടൂർണമെന്റിൽ സൗത്ത് ഗേറ്റിന്റെ സൂപ്പർ സബായി ഇതുവരെ ഈ ഫൈനൽ വരെ എത്തിച്ച കോൾ പാമർ തന്നെയാണ് ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് സമനില ഗോൾ കണ്ടെത്തുന്നത്. ഒരു 20 വാരാകലിൽ നിന്ന്, അതായത് പെനാൽറ്റി ബോക്സിന്റെ പുറത്തുനിന്ന് 20 വാരാകലിൽ നിന്ന് സ്പാനിഷ് ഗോളി സിമോൺസിന് ഒരു നിലക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വഭാവത്തിൽ വലത് വിങ്ങിലേക്ക് കോൾ പാമർ ആ പന്ത് ലക്ഷ്യത്തിലെത്തിച്ചു. മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് മൊറാട്ടക്ക് പകരക്കാരനായെത്തിയ ഒർബസോ ഈ ഗോൾ കണ്ടെത്തി സ്പെയിനിന് വിജയം ഉറപ്പിക്കുന്നത്. പി സി സൈഫുദ്ദീൻ.